ഇത് എന്തോന്നാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ മൂവിക്ക് എവിടെയൊക്കെയോ. അപ്പോൾ ഇന്നാണ് എമ്പുരാൻ റിലീസായിട്ടുള്ളത്. അപ്പോൾ അത്രയും എക്സൈറ്റ്മെൻറ്റോട് കൂടി വെയിറ്റ് ചെയ്തൊരു മൂവിയാണ്. രാവിലത്തെ ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല, ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഷോയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ മേഘയുണ്ട്. പോകുമ്പോഴത്തേക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മൈ ഡെസ്റ്റിനേഷനിൽ നിന്ന് ഒരു ഡ്രാഗൻ്റെ വർക്കൊക്കെ ഉള്ള ഒരു ടീഷർട്ട് മേടിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഓവർ സൈസിലാണ്, വേറെ സാധനം ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ട കാരണം ഞാൻ അതങ്ങ് എടുത്തു. പിന്നെ ഇന്ന് രാവിലെ മുതൽ ഞാൻ അധികം സ്റ്റാറ്റസും റിവ്യൂസ് കാര്യങ്ങളൊന്നും നോക്കിയില്ല. അത്യാവശ്യം റിവ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഞാനൊന്നും നോക്കിയില്ല. എൻ്റെ വ്യൂവിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു അഭിപ്രായം ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മൂവി കാണാത്തവർ പെട്ടെന്ന് തന്നെ പോയി കാണുക, ആരുടെയും റിവ്യൂ കാണാനായിട്ട് നിൽക്കണ്ട. ഗൈസ്, അപ്പോൾ ടീഷർട്ട് തച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് വെയർ ചെയ്ത് നോക്കാം. ആ ഒരു ടീഷർട്ട് തച്ച് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രാഗൺ, കണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മേഘ വന്നതിന് ശേഷം നേരെ തിയേറ്ററിൽ പോവാം. അപ്പോൾ തിയേറ്ററിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ബാ, ആ ടിക്കറ്റ് കാണിച്ചേ. ഇതിനകത്തുണ്ടോ ഒരു സ്പ്രൈറ്റ് മതിയാ? സ്പ്രൈറ്റ് ബാ. ഗൈസ്, അപ്പോൾ ഇൻ്റർവെൽ ആയിട്ടുണ്ട്. പടം ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും മിസ് ചെയ്യാണ്ടെന്ന് തിയേറ്ററിൽ തന്നെ കാണുക. ഓക്കെ, അടിപൊളിയാണ്. ഇനി ഫുള്ള് കണ്ടിട്ട് കാണാം. ഗൈസ്, അപ്പോൾ ഐസ്ക്രീമും ഇത് മേടിച്ചിട്ടുണ്ട്. ബാ ബാ ബാ. ഇന്ത്യയുടെ പോലീസിന്റെ ബൂട്ടുകൾ ഗൈസ്, മൂവി കഴിഞ്ഞു. ബാറക എന്തോന്നാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. മേക്കിംഗ് ബേസ് നോക്കുവാണെങ്കിലും, ഇതിൻ്റെ ഓരോ ഫ്രെയിം നോക്കുവാണെങ്കിലും, മോഹൻലാലിൻ്റെ ഓരോ സ്ക്രീൻ പ്രസൻസ് നോക്കുവാണെങ്കിലും, ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം വേറെ ലെവൽ. നമ്മളൊരു ഇൻ്റർനാഷണൽ മൂവി കാണുന്ന ഒരു റേഞ്ചിൽ എക്സ്പെക്റ്റ് ചെയ്തതിലും വളരെ ലെവലിലായിട്ട് ഈ ഒരു മൂവിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ സെറ്റായിട്ടുണ്ട്. പക്ഷേ ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ മൂവിക്ക് എവിടെയൊക്കെയോ ചെറിയൊരു മിസ്സിങ്, എന്തൊക്കെയോ ഒരു പ്രശ്നം പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ നെക്സ്റ്റ് പാർട്ട് ഉള്ളത് കൊണ്ട് ചിലപ്പം അതുകൊണ്ടായിരിക്കാം ചിലയിടത്തൊക്കെ നമുക്കൊരു കണക്റ്റ് ആവാത്ത പോലെയൊക്കെ ഫീൽ ചെയ്തു. ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ് കുറച്ച് കുറവ് പോലെ ഫീൽ ചെയ്തു. എന്നാലും ഉള്ള സീനെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ മൂവിക്ക് കുറച്ച് ലെങ്ത് കൂടിയ പോലെ ഫീൽ ചെയ്തു, കുറച്ച് ലാഗ് ഫീൽ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഹാഫ് ഒരു ഓക്കെ നല്ല ആ ഒരു വിഷ്വൽ ട്രീറ്റാണ്. ഒരുപാട് രാജ്യങ്ങളിലെ നല്ല അടിപൊളി ലൊക്കേഷനൊക്കെയാണ് ഇവർ ഹയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓൾ ഓവർ ഇതിൻ്റെ ഒരു വിഷ്വൽ ട്രീറ്റ് വേറെ ലെവലാണ്. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ അത്യാവശ്യം ഒരു റൊമാൻസ് ഫീലിംഗ് കിട്ടുന്ന ഒരു നല്ലൊരു സീൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചൊരു ലാഗ് ഫീൽ ചെയ്തു. അത് കാരണം ഒരു 3 മണിക്കൂറോളം മൂവി ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ലാഗ് നല്ലോണം ഫീൽ ചെയ്തു. ഇത് മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. അത്രയും എനർജറ്റിക് ആയിട്ടുള്ളൊരു ഓഡിയൻസിൻ്റെ കൂടെയാണ് നിങ്ങൾ ഈ മൂവി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വാവ് ഫീലിംഗ് ഒക്കെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ആരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഇതിൽ ആരാണ് ആ തിരിഞ്ഞ് നിൽക്കുന്ന, ആ ഹൈഡ് നിൽക്കുന്ന ആൾ ആരാണ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. കുറേ പേര് മമ്മൂട്ടി ഇതെന്നൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ മൂവി കണ്ടിട്ട് തന്നെ മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായം, ഈ മൂവി കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടി ഈ കമൻറ്റിൽ ഇടുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.